ആദില പോയത് കൊണ്ടാണോ എന്നറിയത്തില്ല, ഇന്ന് ബിഗ് ബോസ് ഹൗസ് കുറച്ച് ശാന്തമാണ്. പിന്നെ ഈ റീ എൻട്രി നടത്തിയത് കൊണ്ട് മാത്രം ജീവിതം ഗംഭീരമായിട്ട് മാറാൻ പോകുന്ന ചില ആളുകളുണ്ട്. അതിൽ പ്രധാനി നമ്മുടെ സരിക ചേച്ചി. എനിക്ക് തോന്നുന്നു ആദ്യം എവിക്റ്റായി പോയ സമയത്ത് അധികം ചീത്തപ്പേരൊന്നും ചേച്ചിക്ക് ഉണ്ടായിട്ടില്ല. ഇച്ചിരി പരദൂഷണം, ഇച്ചിരി ഏഷണി, കുശുമ്പ ഇങ്ങനെയുള്ള സാധനങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ ഇപ്പോൾ ചേച്ചി നല്ല ഒന്നാന്തരം വിഷമാണെന്ന് ജനങ്ങൾക്ക് മുമ്പിൽ ചേച്ചി തന്നെ അങ്ങോട്ട് കാണിച്ചു കൊടുത്തിരിക്കുകയാണ്. ചേച്ചി പുറത്തോട്ട് ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് ഈ കമന്റ് ബോക്സിൽ വരുന്ന കമന്റുകളൊക്കെ കണ്ടിട്ട് ദിലീപേട്ടാ ദിലീപേട്ടാ എന്ന് വിളിച്ച് കരയേണ്ട വരും ചേച്ചി. എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. ഓക്കെ, പിന്നെ നമ്മുടെ ലക്ഷ്മി ഇറങ്ങിപ്പോകുന്നതിന് അല്ലെങ്കിൽ എവിക്റ്റ് ആവുന്നതിന്, അങ്ങനെ പറയുന്നതാണ് കറക്റ്റ്, എവിക്റ്റ് ആവുന്നതിന് കുറച്ച് മുമ്പ് ലക്ഷ്മിയുടെ നെഗറ്റിവിറ്റിയൊക്കെ അത്യാവശ്യം മാറിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഈ റീ എൻട്രി ചെയ്ത് തിരിച്ചിറങ്ങി വരുമ്പോഴത്തേക്കുണ്ടല്ലോ, എനിക്ക് തോന്നുന്നു ഗംഭീരമായിട്ടുള്ളൊരു പോസിറ്റീവ് അതാണ് ലക്ഷ്മിയെ കാത്തിരിക്കുന്നത്. ഇന്നലെ രാത്രി തന്നെ ഞാൻ ഓൾറെഡി രാവിലെ വീഡിയോ ഇട്ടപ്പോൾ കുറച്ച് പറഞ്ഞതാണ് നമ്മുടെ ലക്ഷ്മി അനുമോളും കൂടെ രാത്രി എന്ന് സംസാരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ലക്ഷ്മി വേറൊരു കാര്യം പറയുന്നുണ്ട്. ലക്ഷ്മി അനുമോളോട് ചോദിക്കുന്നുണ്ട്, അതായത് ശൈത്യയുടെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണം നീയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അനുമോളെ എന്ന് ചോദിക്കുമ്പോൾ അനുമോള് പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ നേരിട്ടൊന്നും അവളോട് ചെയ്തിട്ടില്ല എന്ന് അനുമോള് പറയുന്നുണ്ട്. സത്യമല്ലേ? അനുമോൾ എന്തെങ്കിലും നേരിട്ട് ചെയ്തിട്ടുണ്ടോ? അനുമോൾ എന്താ അവിടെ വല്ല ഫോൺ ഒളിപ്പിച്ച് വെച്ചിട്ട് ഈ ശൈത്യ ഇടുന്ന റീലിന്റെ ഒക്കെ അടിയിൽ പോയി കമന്റ് ഇടുന്നുണ്ട്, ഇടി കട്ടപ്പേ എന്ന് അനുമോൾ വിളിക്കുന്നുണ്ടോ? ഇല്ല. അനുമോൾ എങ്ങനെയാ നേരിട്ട് അതിനകത്ത് ഇൻവോൾവ് ആവുന്നത്? അനുമോള് PR കൊടുത്തിട്ടായിരിക്കും പോയിരിക്കുന്നത്. അനുമോള് തന്നെ പറയുന്നുണ്ട്, ശൈത്യ അനുമോള് ദാ ഇങ്ങനെ കൈ അടിച്ചാലല്ലേ ഒച്ച കേൾക്കത്തുള്ളൂ, അല്ല ഞാൻ ഇങ്ങനെ കാണിച്ചോണ്ടിരുന്ന ഒച്ച കേൾക്കത്തില്ലല്ലോ. എന്തെങ്കിലുമൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ ശൈത്യയുടെ കയ്യിലിപ്പും കൂടെ ചേർത്തിട്ടാണ് കിട്ടുന്നത്, കാണിച്ചു വെച്ചേക്കുന്നതുകൊണ്ടാണ് കിട്ടുന്നത്. അല്ലാതെ കയറി വന്നിട്ട് അതിന് റീ എൻട്രി നടത്തി അങ്ങോട്ട് കയറി വന്നിട്ട് അനു നീ പറയണു, അനു എന്നെ അങ്ങോട്ട് കൊല്ലുവാണ്, അനു നീ എല്ലാം അങ്ങോട്ട് സമ്മതിക്കനു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സമ്മതിച്ചു കൊടുക്കേണ്ട കാര്യം അനുമോക്കില്ല. അത് വേറൊരു കാര്യം. കാരണം ശൈത്യയൊക്കെ പുറത്ത് എവിക്റ്റായി പോയി, അനുമോൾ ഇപ്പോഴും ഗെയിമില്ല. മനസ്സിലായില്ലേ? അത് എല്ലാവരും ഒന്ന് മനസ്സിലാക്കണേ. പിന്നെ ചില ആളുകൾ പറയുന്നുണ്ട്, നീ ഇന്ന് അനുമോളെ സപ്പോർട്ട് ചെയ്യും, നീ നാളെ അനുമോളെ സപ്പോർട്ട് ചെയ്യത്തില്ല, നീ എന്താ അങ്ങനെ ചെയ്യുന്നേ? ചേച്ചിമാരെ ചേട്ടന്മാരെ ഞാനൊരു കാര്യം പറയാം, ഞാൻ ഗെയിം കണ്ടിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. അല്ലാതെ അനുമോളുടെ PR-ന്റെ 5 ലക്ഷം രൂപ മേടിച്ച് വെച്ചിട്ട് മറ്റേ കയ്യിൽ മറ്റേ ഉപ്പിട്ട് കൊടുത്തിട്ടല്ല ഞാൻ ഇവിടെ ഇരിക്കുന്നത്. എന്ത് കണ്ടാലും അനുമോൾക്ക് മറ്റേ സപ്പോർട്ട് ചെയ്ത് അങ്ങ് സംസാരിച്ചോളാന്ന്. തെറ്റ് കണ്ടാൽ തെറ്റ് പറയുകയും ചെയ്യും, ശരി ഉണ്ടെങ്കിൽ ശരി പറയുകയും ചെയ്യും. ഇതിപ്പോ ഈ ലക്ഷ്മി പറഞ്ഞ കാര്യത്തോടൊക്കെ ഞാൻ യോജിക്കുന്നു. അനുമോളുടെ ഭാഗത്ത് മാത്രം എന്ത് തെറ്റായിരിക്കുന്നത്? ഒന്നുമില്ല. പിടികിട്ടിയില്ലേ? അങ്ങനെ തെറ്റും കുറ്റങ്ങളും തപ്പിപ്പിടിച്ച് പോകണമെങ്കിൽ എല്ലാത്തിൻ്റെ കയ്യിലും ഉണ്ട്. അതിലെ പോയതിന് ശേഷം നമ്മുടെ ശൈത്യയും സരിക ചേച്ചിയും എല്ലാം കൂടി ഇരുന്ന് കാണിക്കുന്ന ഒരു കാട്ടായമുണ്ട്. പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ അതിനുള്ളത് കിട്ടുമെന്നുള്ള കാര്യം ഡെഫിനറ്റ് എന്താണെങ്കിലും. അപ്പം ലക്ഷ്മി അനുമോളോട് അതിന് ശേഷം പറയുന്നുണ്ട്, അതായത് അനുമോള് പറയുന്നുണ്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല, നേരിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല. ഉടനെ ലക്ഷ്മി പറയുന്നുണ്ട്, നീയൊന്നും ചെയ്തിട്ടില്ല. ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയ എല്ലാവരുടെയും മെന്റൽ ഹെൽത്ത് അത് ഡിഫറൻ്റ് ആയിരിക്കും. ചിലർക്ക് ഈസി ആയിട്ട് ഈ വരുന്ന കമന്റുകളെയും പരിപാടികളെയൊക്കെ നേരിടാൻ പറ്റും, അവർക്ക് വലിയ പ്രശ്നമൊന്നും വരത്തില്ല. പക്ഷെ ചിലർക്ക് അത് പറ്റില്ല. എന്നെ സംബന്ധിച്ച് എനിക്ക് കൂളായിരുന്നു, എനിക്ക് വലിയ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു, ഞാൻ ഈസി ആയിട്ട് അതിനെ ഹാൻഡിൽ ചെയ്തു. പക്ഷെ അതുപോലത്തെ ഒരു മെന്റൽ സ്ട്രെങ്ത് ശൈത്യക്കില്ല. ശൈത്യക്ക് മെന്റൽ സ്ട്രെങ്ത് ഇല്ലാത്തതിൻ്റെ മാത്രമല്ല, കാണിച്ചു വെച്ച് പോയതെല്ലാം ജനങ്ങൾ കണ്ടതാ. അപ്പം വരുന്ന കമന്റുകളുടെ ആ ഒരു വ്യാപ്തി, ആ ഒരു ഡെപ്ത് ഭയങ്കരമായിട്ട് കൂടും. ലക്ഷ്മിക്ക് അങ്ങനെയല്ല. ലക്ഷ്മി നിന്നിട്ട് ലക്ഷ്മി നല്ല രീതിയിൽ നെഗറ്റീവായി, അതിനുശേഷം ലക്ഷ്മി അത്യാവശ്യം പോസിറ്റീവ് ഉണ്ടാക്കിയിട്ട് ഇറങ്ങിപ്പോയത്. പിടികിട്ടിയില്ലേ? ലക്ഷ്മിയുടെ കാര്യത്തിൽ അങ്ങനെ സംഭവിച്ചു. അത്യാവശ്യം ഒന്ന് പോസിറ്റീവായിട്ടാണ് ഇറങ്ങിപ്പോയത്. മനസ്സിലായോ? എല്ലാം അങ്ങ് നെഗറ്റീവായിട്ടല്ല. ശൈത്യ മറ്റേ കൂടെ നിന്നിട്ട് കാലുവാരി നിലത്തടിക്കുന്ന ഒരു പരിപാടി കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നെഗറ്റീവായിട്ട് ഇറങ്ങിപ്പോയത്. അതാണ് ഇത്രയും അങ്ങോട്ട് ഫേസ് ചെയ്യേണ്ടി വരുന്നത്. പക്ഷേ എനിക്കൊരു സംശയം, ഈ പുറത്ത് മറ്റേ ഇഷ്ടംപോലെ റീലിട്ട് സന്തോഷിച്ച് ഹാപ്പി ആയിട്ട് നടക്കുന്നപ്പോൾ ജനങ്ങളെ കാണിക്കുന്നത് വെറും അഭിനയമാണോ ശൈത്യയെ? വെറും അഭിനയമാണോ? അല്ല, ഇത്രയും സൈബർ അറ്റാക്ക് നേരിടുന്നുണ്ടെങ്കിൽ സൈബർ അടുത്ത് നിന്ന് ഒരു ചെറിയ ഗ്യാപ്പ് എടുക്കണം. തീർന്നു, പരിപാടി കഴിഞ്ഞു. സൈബർ അടുത്ത് നിന്ന് ഒരു ചെറിയ ഗ്യാപ്പ് അങ്ങ് എടുത്തിരിക്കുക. പരിപാടി കഴിഞ്ഞിട്ട് എന്തോരം നല്ല കാര്യങ്ങൾ ചെയ്യുക. ആ സമയത്ത് വരുന്ന കമന്റുകളൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. എന്നിട്ടൊരു ഗ്യാപ്പ് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് ഇഷ്ടം പോലെ തോന്നിയ ദിവസം കാണിക്കുക. അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ എനിക്കിപ്പം. പിടികിട്ടിയോ? അല്ലാതെ കിടന്നിട്ട് എനിക്ക് കാണിക്കുകയും വേണം, അതിന് ആൾക്കാരൊന്നും മിണ്ടുകയും ചെയ്യരുതെന്ന് പറയുന്നതിനോടൊന്നും യോജിക്കാൻ പറ്റത്തില്ല ശൈത്യമോളെ, കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും ഈ ഒരു പരിപാടി അത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ലക്ഷ്മി തന്നെ പറയുന്നുണ്ട്, ശൈത്യയ്ക്ക് പുറത്ത് എന്തെങ്കിലും നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതിന് കാരണം നീയല്ല, നിന്നെ സ്നേഹിക്കുന്ന ആളുകളുമല്ല. അല്ല, അനുമോളെ സ്നേഹിക്കുന്ന ആളുകളും എനിക്ക് മനസ്സിലാവുന്നില്ല. അനുമോൾ എന്തായാലും അല്ല. പിന്നെ സ്നേഹിക്കുന്ന ആളുകൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കമന്റ് പോയിടുമായിരിക്കും. പിന്നെ ചെയ്യുന്ന മൊത്തം PR കുഞ്ഞുങ്ങളാണ്. അതിപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല.
പിടികിട്ടിയില്ലേ? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒരു തലയും പാലും ഇല്ലാത്ത കുറെ മേലടിയിൽ നിന്ന് വരും, ഇതിന്റെ അടിയിലും വന്ന് മെഴുകും ചില സമയത്ത്. അങ്ങനെയുള്ള ചില ടീമുകളുണ്ട്. അവന്മാർക്കുള്ള മറുപടി എൻ്റെ അടുക്ക് വരുമ്പോൾ എനിക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയാം. അപ്പോൾ എന്താണെങ്കിലും ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പറയുന്നുണ്ട്, അല്ലെങ്കിൽ നിന്നെ സ്നേഹിക്കുന്നവരല്ല, അതേ സമയത്ത് നിനക്ക് അതിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കറക്റ്റ് കാര്യമാണ് ലക്ഷ്മിയാ പറഞ്ഞത്. അനുമോൾ എന്ത് ചെയ്യാനേ ഇപ്പം അതിനകത്ത്? കുറെ ആളുകൾ ചെന്ന് ഈ ഈ സുന്ദരിക്കുട്ടിയുടെ ശൈത്യയുടെ കമന്റ് ബോക്സിൽ തെറി പറയുന്നതെന്ന് പറഞ്ഞ് അനുമോക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ? അനുമോക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ശൈത്യ കയറി പറയുന്നുണ്ട്, നീ സത്യം പറയണം, ഞാൻ കട്ടപ്പയല്ല, ഞാൻ സത്യം പറയണം, ഞാൻ കട്ടപ്പയല്ല, അത് നീ എല്ലാവരോടും പറയണമെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അനുമോൾ അവിടെ ഇരുന്ന് പറയണോ ഇവള് കട്ടപ്പയല്ല, ഇവളെന്റെ കൂട്ടുകാരി ചുന്തരിക്കുട്ടി അല്ല, അങ്ങനെ പറഞ്ഞാൽ ഇപ്പൊ ആൾക്കാരെ നിർത്തുമെന്നാണോ ശൈത്യയുടെ വിചാരം? ശൈത്യ കാണിച്ചത് ജനങ്ങളാ കണ്ടത്, അല്ലാതെ അനുമോള് മറ്റേ എഴുതി ഒട്ടിച്ച് കാണിച്ചു തന്നതല്ല. അത് ശൈത്യയുടെ കുടുംബം മനസ്സിലാക്കണം. ശൈത്യം എന്താണോ കാണിച്ചത് അതിനുള്ളതാണ് ശൈത്യക്ക് പുറത്തുനിന്ന് കിട്ടുന്നത്. പിടികിട്ടിയില്ലേ? PR കൂട്ടന്മാർ ചെയ്യുന്നുണ്ടായിരിക്കും, അതല്ലാതെ ജെനുവിനായിട്ടും ആൾക്കാർ വന്ന് കമന്റ് ഇടുന്നുണ്ടായിരിക്കും മോളെ. അത് പെട്ടെന്ന് അതാണ് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ഇത് കിട്ടും. ഇതൊന്നും അറിയാതെയാണോ അങ്ങോട്ട് തള്ളിക്കയറി ചെന്നത്? അല്ല, എനിക്ക് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. പിന്നെ എന്തിനാ അങ്ങോട്ട് കയറി ചെന്നത്? കിട്ടുന്നത് നീ മേടിച്ചേ പറ്റത്തുള്ളൂ, നിന്റെ കയ്യിരിപ്പിനാ. അത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും നിൽക്കും. അതല്ലാതെ ഇപ്പൊ ഇതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും, നീ ഇപ്പൊ അതിനകത്തോട് കയറി ചെന്ന് ഈ പരിപാടിയെല്ലാം കാണിച്ചു 2-3 ദിവസമായിട്ട് ഭയങ്കര അഭിനയ ഉലപതിയായി. എന്തോ സംഭവിക്കാൻ പോകുന്നത്? നിന്റെയൊക്കെ ഈ കാട്ടായം കൊണ്ട് കുറച്ചും കൂടെ വോട്ട് അനുമോക്ക് കിട്ടും, അത്രേ സംഭവിക്കത്തുള്ളൂ. അതുപോലും മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇല്ലേ പൊന്ന് ശൈത്യമോളെ? അല്ലെങ്കിൽ ശൈത്യമോളുടെ കൂടെ അതിനകത്തോട് കയറി വന്ന ഒരെണ്ണത്തിനും ഇല്ലേ? ആകെ ആ ഭിന്നിക്കെങ്ങാണ്ട് ഇച്ചിരി ബോധമുണ്ട് കേട്ടോ, പറയുന്നുണ്ട് അതിനെപ്പറ്റി. അപ്പൊ എന്താണെങ്കിലും ഇത് പറയുന്നുണ്ട് അല്ലെ നമ്മുടെ ലക്ഷ്മി. അതേ സമയത്ത് നിനക്ക് അതിലൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ സമയത്ത് നീ കാമായിട്ടിരിക്കുക, നീ പീസായിട്ടിരിക്കുക, സമാധാനത്തിൽ ഇരിക്കുക, നിന്റെ മെന്റൽ ഹെൽത്ത് നോക്കുക. ഫിനാലേക്ക് ഇനി കുറച്ച് ദിവസമേ ഉള്ളൂ. ഈ സമയത്ത് മറ്റൊരാളുടെ പ്രശ്നം തീർക്കാൻ നിനക്ക് സമയമില്ല. നീ നിന്റെ കാര്യം നോക്ക്. നീ അതിനുള്ള ഒരു അവസ്ഥയിലല്ല അനുമോളെ എന്ന് ലക്ഷ്മി പറയുന്നുണ്ട്. എന്തെങ്കിലും പ്രശ്നങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് പുറത്തു വെച്ച് തീർക്കാമല്ലോ. അവർക്ക് ഇതിനകത്ത് തന്നെ വെച്ചതങ്ങ് തീർക്കണം. ഇത്രയും ക്യാമറയുടെ ഫ്രണ്ടിൽ തന്നെ വെച്ചത് തീർക്കണമെന്ന് പറയുന്നതിനകത്ത് മോളെ നീ ചിന്തിച്ചു നോക്ക് അവരുടെ ഉദ്ദേശം എന്താണെന്ന്. അവർക്ക് മറ്റേ അങ്ങ് അവരെ നല്ലതായിട്ട് ജനങ്ങളുടെ മുമ്പിൽ കാണിച്ച് നാളെ തൊട്ട് അയ്യോ സുന്ദരി ശൈത്യ സൂപ്പർ ശൈത്യ ഫ്രണ്ട്ഷിപ്പ് ശൈത്യ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാനൊന്നും അല്ല. ശൈത്യയുടെ മനസ്സിൽ ഇത്രയും ഞാൻ അവളെ ചൊറിഞ്ഞപ്പോഴത്തേക്ക് ഇത്രയും എനിക്ക് പണി കിട്ടി, തിരിച്ചു കയറിയിട്ട് അവക്കിട്ടൊരു പണി കൊടുക്കണം, അവളെ ജയിപ്പിക്കരുത് എന്നുള്ളൊരു സാധനത്തിലായിരിക്കും കയറി വന്നിരിക്കുന്നത്. അവളെ കൊണ്ട് എങ്ങനെയെങ്കിലും അവൾ പറഞ്ഞതൊക്കെ തെറ്റാണെന്ന് ജനങ്ങളുടെ മുന്നിൽ പറയിച്ചു കഴിഞ്ഞാൽ അവൾക്ക് കിട്ടാനുള്ള വോട്ട് കുറയും. പിടികിട്ടിയില്ലേ? ആ ഒരു സാധനം മനസ്സിലിട്ടിട്ടായിരിക്കും ശൈത്യാനത് വന്ന് കയറിയിരിക്കുന്നത്. പക്ഷെ അത് വർക്കാവത്തില്ലത്. അത് ശൈത്യക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ അനുമോൾക്കൊരു ചെറിയ ഡൗട്ടുണ്ട്, ഞാൻ അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പണി കിട്ടുമെന്ന്. അതുകൊണ്ടാണ് അനുമോൾ ഒരു പരിധി വിട്ടൊന്നും പറയാത്തത്. പിന്നെ ശൈത്യയുടെ കുത്തല്, ശൈത്യ പറയുന്നുണ്ട് ഞാൻ ആരോടൊന്നും പറഞ്ഞില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്. നമ്മൾ കണ്ടതാണ് ശൈത്യ എന്താണ് കാണിച്ചു കൂട്ടിയെന്ന്. ശൈത്യ പറയാതെ പറയുമായിരുന്നു. അപ്പാനി അടുക്കലൊക്കെ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ഉണ്ട്, അപ്പാനി അടുക്കലൊക്കെ ചെന്നിട്ട് പറയുന്നു, ചേട്ടാ അവൾ ഇവിടെ പലതും ചെയ്തിട്ടുണ്ട്, ഞാൻ അത് നിങ്ങളോട് ആരോടെങ്കിലും പറഞ്ഞോ, ഞാൻ നിങ്ങളോട് പറഞ്ഞോ, ഞാൻ മറ്റവരോട് പറഞ്ഞോ? ഇനി എന്തിനാ കാര്യം പറയേണ്ട കാര്യമൊന്നുമില്ല. അവരുടെ അടുക്കലൊക്കെ ചെന്ന് ഈ ഒരു ഡയലോഗ് അടിക്കുമ്പോൾ തന്നെ അവർക്കൊക്കെ മനസ്സിലാവത്തില്ല എന്തോ ഉണ്ട്. ജനങ്ങളുടെ ഫ്രണ്ടിലും അനുമോളെ ഇട്ട് കൊടുക്കുമല്ലായിരുന്നോ ശൈത്യ? എന്തോ ഉണ്ട്, മതി, ഈ ഒരു സാധനം ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഞാനൊന്നും പറഞ്ഞിട്ടില്ലേ, ഞാൻ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ലേ. നാടകം പൊളിഞ്ഞു മോളെ. അത് ലക്ഷ്മി നല്ല വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇപ്പൊ തന്നെ സംസാരിച്ചേ പറ്റൂ എന്ന് അവരൊക്കെ പറയുന്നതിനകത്ത് എന്തെങ്കിലും കാണും അനുമോളെ, നീ അത് മനസ്സിലാക്കണം. നീ അതൊന്നും മൈൻഡ് ചെയ്യാൻ നിൽക്കണ്ട, നീ നിന്റെ മെന്റൽ ഹെൽത്ത് നോക്കുക, മാന്യമായിട്ട് നിൽക്കുക. സത്യമാണ്, അതാണ് അനുമോള് ചെയ്യേണ്ടത്. അല്ലാതെ ഇങ്ങനത്തെ ഈ ഒരു വിഷയത്തിൽ ഇനിയും കൂടുതൽ സംസാരിക്കാൻ നിൽക്കാതിരി. ഇപ്പൊ ഇന്ന് ഇത്രയും നേരമായിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല. ആദ്യം ഇന്നലെ പോയി പരിപാടി അവിടെ തീർത്തു, മനസ്സിലായില്ലേ? ഈ ലക്ഷ്മിയും അനുമോളും ഇങ്ങനെ സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് തൊട്ടപ്പുറം വേറൊരു സാധനം നടക്കുന്നുണ്ട്. നമ്മുടെ സരിക, ബിന്നി, ശൈത്യ, സാരിക ഇവരിരുന്ന് ഇവരുടെ ഒരു വട്ടമേശ സമ്മേളനം നടത്തുന്നുണ്ട്. അവിടെ സാരിക പറയുന്നുണ്ട്, സരിക പറയുന്നുണ്ട്, ശൈത്യോടാണ് പറയുന്നത്, നിങ്ങൾ എന്ത് പണിയാണ് കാണിച്ചത്? ആദിലെ ഇവിടെ വന്ന് അനുമോളെ കുറിച്ച് ഇന്നലെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാവരും ഇരുന്ന് കൈ കൊട്ടിയതല്ലേ? നിങ്ങൾക്ക് ക്ലൂ തന്നതല്ലേ? നിങ്ങൾ പറഞ്ഞതൊക്കെ കറക്റ്റാണ്, ബ്രില്യൻ്റ് ആണ്, സൂപ്പർ ആണെന്ന് പറഞ്ഞ് ഞങ്ങൾ കൈ കൊട്ടിയതല്ലേ? ക്ലൂ തന്നില്ലേ? പിന്നെ നിങ്ങൾ എന്തിനാണ് ഇന്നലെ വീഡിയോ കാണിച്ചപ്പോൾ പോയി കെട്ടിപ്പിടിച്ചത് അവളെ? അതെന്തിനാണ് ചെയ്തത്? അത് നിങ്ങൾ കാണിച്ചപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായില്ലേ നിങ്ങളുടെ ഇടയ്ക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് ജനങ്ങൾക്ക് മനസ്സിലായില്ലേ? എന്തിനാണത് ചെയ്യാൻ പോയത് എന്നൊക്കെ സരിക പറയുന്ന കേട്ടപ്പോഴത്തേക്ക് എൻ്റെ പൊന്ന് സരിക ചേച്ചി, അയ്യോ സൂപ്പറാ നിങ്ങൾ. ഒരു ഷോയ്ക്കകത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ലൈഫ് ലോങ് അങ്ങ് കൊണ്ട് നടക്കണം. എന്നാൽ ഈ സരിക ചേച്ചിയുടെ ഒരു സ്വഭാവം ഇവിടെ എനിക്ക് കുറച്ചുകൂടെ എനിക്ക് ഒരു വൾഗറായിട്ട് തോന്നിയെന്നറിയോ? ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ
ഈ ആദിലയുടെയും നൂറയുടെയും കൂടെയൊക്കെ ഇരിക്കുന്നുണ്ട്, അവർക്ക് വാരി കൊടുക്കുന്നു, ഇത് ചെയ്യുന്നുണ്ട്. അവർക്ക് ഇഷ്ടമല്ലാത്ത അല്ലെങ്കിൽ അവർ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന അനുമോളുടെ അടുക്ക തൊട്ടപ്പുറേ പോയിരുന്ന് മോളെ അങ്ങനെയല്ല മോളെ ഇങ്ങനെ ഈ ഒരു പരിപാടി ഈ സ്ത്രീ കാണിക്കുന്നുണ്ട്. എന്നാൽ ഇവരിത് കാണിക്കുമ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു ഇവർക്ക് ഇത് കോംപ്രമൈസ് ആക്കാനായിട്ടുള്ള ഒരു ഇഷ്ടം ഒരു ഉള്ളിൽ എവിടെയോ കാണുമായിരിക്കും. എവിടെ നിന്നിട്ട് കോംപ്രമൈസ് ആവരുത്, എന്നും അവർ മറ്റേ തലതല്ലി ചാവണം, ആ ഒരു മൂഡാണ് ഈ സ്ത്രീക്ക്. ഇവരൊക്കെ എന്ത് ജന്മമാണ് ഇവരൊക്കെ. ലിറ്ററലി എനിക്ക് ഇന്നലെ കണ്ടപ്പോൾ എനിക്ക് വെറുപ്പായി പോയി ആ സ്ത്രീയെ. നമ്മൾ വിചാരിച്ചു അവരെ ഈ ഒരു പാവം അവർ തമാശയൊക്കെ പറഞ്ഞു, ഒന്നുമല്ല, അവരാണ് ഏറ്റവും വലിയ വിഷയമായിട്ട് എനിക്ക് തോന്നുന്നത്. സമ്മതിക്കണം എൻ്റെ പൊന്നെ. എന്നിട്ട് അവർ പറയുന്നുണ്ട്, ബിന്നി ഇതിൻ്റെ ഇടയ്ക്ക് കയറിയിട്ട് പറയുന്നുണ്ട്, ഇതിപ്പോൾ റീ എൻട്രി നടത്തിയ നമ്മളെല്ലാവരും കൂടെ ആദിലെ മറ്റേ മാനിപ്പുലേറ്റ് ചെയ്തെന്നല്ലേ നാട്ടുകാർ പറയത്തുള്ളൂ. നാട്ടുകാരത് പറയണ്ട ചേച്ചി, നാട്ടുകാർ പറയേണ്ട കാര്യമൊന്നുമില്ല. ഈ ഷോ ഇന്നലെ ലൈവ് എപ്പിസോഡും കണ്ട ആളുകൾക്ക്, പ്രത്യേകിച്ച് ലൈവ് കണ്ട ആൾക്കാർക്ക് അറിയാം ആദിലെ എന്തുകൊണ്ട് ഇത്രയും മുട്ടി ഇറങ്ങി അങ്ങോട്ട് വന്നെന്ന്. നീയൊക്കെ കയറി ഇത്രയും പരിപാടി കാണിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം ഇവർ തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് പ്രശ്നമുണ്ട്. കഴിഞ്ഞ ദിവസം ഈ റീ എൻട്രി നടത്തുന്നതിന് തൊട്ട് മുമ്പും പ്രശ്നങ്ങളൊക്കെ പറഞ്ഞൊന്ന് സോൾവ് ആയിട്ടിരുന്നതാ. അതിൻ്റെ ഇടയ്ക്കിടോട്ടാണ് റീ എൻട്രി നടത്തുന്നത്. ശൈത്യമോൾ വരുന്നു, അങ്ങോട്ട് ആടി തിമിർക്കുന്നു, അയ്യോ അയ്യോ അങ്ങോട്ട് കരച്ചിൽ തുടങ്ങി. എന്ത് കാര്യത്തിന്? കാണിച്ചതിനുള്ള കിട്ടും, അതിനിപ്പോൾ കൂടുതൽ കിടന്ന് കരഞ്ഞു. അതും ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിൽ അത് മനസ്സിലാക്കാതെയാണോ മറ്റേ ശൈത്യമോൾ അതിനകത്തോട്ട് പോയി കയറിയത്? ഇനിയും കിടന്ന് നിരങ്ങിയിട്ടൊന്നും കാര്യമില്ല, കിട്ടാനുള്ള കിട്ടിയിട്ട് ഇറങ്ങി പോരുക, ബാക്കി പുറത്ത് വന്നിട്ട് മേടിക്കുക, മൈൻഡ് ചെയ്യാതിരിക്കുക, അത്രേ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അനുമോൾ കഴിഞ്ഞ ദിവസം ഒരു ഡയലോഗ് പറഞ്ഞു, നമ്മുടെ ശൈത്യം എടുക്കുക, എവിടെ അങ്ങനെ കമൻ്റൊക്കെ വന്നു കഴിഞ്ഞാൽ അത് മൈൻഡ് ചെയ്തതൊക്കെ വിട്ട് കളഞ്ഞേക്കണം. അങ്ങനൊന്നും വിട്ട് കളയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അനുമോളാണ് ആ സ്ഥാനത്തെങ്കിൽ കണ്ടറിയാം അനുമോൾ എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത്. കരഞ്ഞ് കോവി മെഴുകി കേസും കൊടുത്ത്, അത്രേ ഉള്ളൂ. ആ അവസ്ഥ കുറച്ച് ശോചനീയമാണ്, അല്ലാതെ ഞാൻ പറയുന്നില്ല. പക്ഷെ അത് ചോദിച്ച് മേടിച്ച് വെച്ചതാ അല്ലേ? അപ്പൊ പിന്നെ കൂടുതൽ മറ്റേ വിളകിയിട്ടൊന്നും കാര്യമൊന്നുമില്ല. അപ്പോൾ എന്താണെങ്കിലും സരിക എന്നിട്ട് പറയുന്നുണ്ട്, ബിന്നി ഈ ഒരു ഡയലോഗ് അടിക്കുമ്പോഴത്തേക്ക് റീ എൻട്രി നടത്തിയതിന് ശേഷം നമുക്കായിരിക്കും ഇപ്പോൾ ചീത്തപ്പേര്, നമ്മളെ പറയത്തുള്ളൂ. ബുദ്ധിയുണ്ട് കേട്ടോ ബിന്നിക്ക് കാര്യം പിടികിട്ടി. പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ നല്ല കനത്തിൽ കിട്ടുമെന്ന് സത്യമാണ്. ഇത്രയും വൃത്തിയായിട്ടൊരു റീ എൻട്രി നല്ല ഹാപ്പി ആയിട്ട് കൊണ്ടുപോകണ്ടേ. അതിൻ്റെ ഇടയ്ക്ക് ഒച്ചയും ബഹളവും വഴക്കവും വയ്യാവേലിയും, അതും ശൈത്യയെ വെളുപ്പിക്കുക. ശൈത്യയുടെ തെറിവിളി എങ്ങനെയെങ്കിലും കുറയ്ക്കണമെന്നാണ് മറ്റുള്ളവരെല്ലാവരും, പുറത്തുനിന്ന് എല്ലാവരും വിചാരിക്കുന്നത്. കുറച്ച് പേര് ഈ അപ്പാനി അങ്ങനെയുള്ള ടീമുകൾ ഒരു പരിധി കൂടുതൽ ഇടപെടുന്നില്ല കേട്ടോ, ഒന്ന് മാറിയാണ് ഇരിക്കുന്നത് കൂടുതൽ. കാരണം അറിയാം പണി വാളുമെന്നുള്ളത്. അപ്പം എന്താണെങ്കിലും ഇതിൻ്റെ ഇടയ്ക്ക് സരിക പറയുന്നുണ്ട്, ഈ അനുമോളുടെ ഒരു ഭാഗ്യം, ആദില ഇന്നലെ പുറത്തേക്ക് അങ്ങ് പോയി. അതിൽ ഇന്നലെ കാര്യങ്ങളൊക്കെ ബാക്കിയുള്ളതും പറയാനിരുന്നതാ, അവളങ്ങ് പറഞ്ഞിട്ട് പോകണമായിരുന്നു. ഉടനെ ശൈത്യ പറയുന്നുണ്ട്, ചേച്ചി അവൾ പോകുമ്പോൾ ചോദിച്ചതാ, ചേച്ചി പറയണോന്ന് ചോദിച്ചതാ, ഞാൻ നൂറയാ പറഞ്ഞത്, വേണ്ട മോളെ വേണ്ട ഒന്നും പറയണ്ടെന്ന് ഞാൻ കണ്ടതാ. പോകുമ്പോൾ ആദില നൂറയുടെ ചെവി പറയുന്നുണ്ട്, മോളെ ഇനി ഒരു കാര്യം മിണ്ടരുത്, നിർത്തിക്കോ എന്നാണ് ആദില പറയുന്നത്. അല്ലാതെ ഈ ശൈത്യ ഇവള് ഇന്ന കള്ളിയാന്ന് ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും കണ്ടോ ആദില അങ്ങനെ പറയുന്നത്? ഞാൻ പറയണോന്ന് ഞാൻ കണ്ടിട്ടില്ല. ഒന്നും ഇനി മിണ്ടരുത് എന്ന് ആദില പറയുന്നത് ഞാൻ കണ്ടു. കാരണം അറിയാം, ആദിലയ്ക്ക് മനസ്സിലായി, പിടികിട്ടി. അകത്തെവിടെയോ ഇത് ചിന്തിക്കുന്നുണ്ടായിരുന്നു, പുറത്തു പോയി. അപ്പം മനസ്സിലായി, എവിക്റ്റായി നിറഞ്ഞു കഴിഞ്ഞപ്പോൾ പിടികിട്ടി, ഓക്കെ ഇത് പണി പാടി. മര്യാദയ്ക്ക് ഇപ്പം വലിക്കാതെ, അതായത് ഇപ്പം കാല് പിടിച്ച് വലിക്കാതെ നിന്നായിരുന്നെങ്കിൽ കുറച്ചുകൂടെ മുന്നോട്ട് പോയെന്ന് അപ്പം തോന്നിക്കാണോ. അതാണ് നൂറയോട് പറയുന്നത്, മോളെ ഇനി മിണ്ടരുത്, നിർത്തിക്കോ എന്നുള്ളൊരു സാധനം. എന്നിട്ട് ശൈത്യ പറയുന്നത്, ഞങ്ങളോട് പറഞ്ഞത് അവളെല്ലാം പറഞ്ഞിട്ടങ്ങ് എന്തു ഇതിന് മാത്രം പറയാതിരിക്കുന്നത്? ആദില തീർന്നു. ആദില ഇന്നലെ പറയുന്നത് നമ്മൾ കേട്ടതാ നൂറയോട്, മറ്റേ ഈ PR-ന്റെ നമ്പർ എഴുതി കൊടുത്തെന്ന് പറഞ്ഞ കേസിൽ. അവിടെ തീർന്നു. അവിടെ ഇനി ആദില വിശ്വസിക്കത്തില്ല ആരും. കാരണം ആദില ആദ്യമേ പറഞ്ഞത് PR-ന്റെ നമ്പർ എഴുതി കൊടുത്തു എന്നാ. PR-ന്റെ നമ്പർ എഴുതി കൊടുത്തു, 50,000 രൂപ. ആദിലയുടെ വാഗുകൊണ്ട് പറയുന്നത് ഞാൻ കേട്ടതാ, 50,000 രൂപ കൊടുത്താൽ മതി, അവളെല്ലാം ഡീൽ ചെയ്യും അവൻ എന്ന് പറഞ്ഞെന്ന്. ഇന്നലെ എന്നിട്ട് അത് മാറ്റി പറയുക, അയ്യോ മറന്നുപോയി കേട്ടോ, PR-ന്റെ നമ്പറല്ല അവളുടെ നമ്പറാണ് എനിക്ക് തന്നത്. എന്നിട്ട് വിളിച്ചിട്ട് ചേച്ചി എടുക്കും, ചേച്ചിയുടെ അവൻ്റെ നമ്പർ എടുത്തിട്ട് അവനെ വിളിച്ചിട്ട് അക്ബറിനെയൊക്കെ ഇല്ലാതാക്കുന്ന ആ ഒരു സാധനം, അതാണ് അവൾ പറഞ്ഞത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 50,000 ഒക്കെ എവിടുന്ന് കുത്തിക്കയറ്റി? നിങ്ങൾ ആരെങ്കിലും കേട്ടോ? 50,000 എന്നുള്ളൊരു കേസൊക്കെ അവൾ പറയുന്നുണ്ടായിരുന്നു. ശൈത്യ കയറി വന്നു, ആദിലയുടെ കട്ടയും പടവും മടങ്ങി. അതാണ് സംഭവിച്ചത്. ഈ റീ എൻട്രി, ഇത്രയും വൃത്തികെട്ടൊരു റീ എൻട്രി, അയ്യോ തീർന്നു. ഈ റീ എൻട്രി നടത്തിയതിനകത്ത് ഇനി എത്ര പേർക്ക്, സരികയ്ക്കൊക്കെ കനത്തിലായിരിക്കും ഇനി ഇറങ്ങുമ്പോൾ കിട്ടാൻ പോകുന്നത്. നേരത്തെ കരഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു അധികം, എല്ലാം കൂടെ ചേർത്ത് ഇപ്പം കിട്ടും. സരികയുടെ വിചാരം, അയ്യോ എല്ലാവർക്കും അങ്ങ് ഇഷ്ടമാണ്, സാരി എടുത്ത് രാവിലെ തൊട്ട് ഇങ്ങനെ തമാശയും പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എല്ലാവരും എടുത്തങ്ങ് തല വെക്കുമെന്നാണ് വിചാരിച്ചത്. തല വെച്ചേനെ. പക്ഷെ ഈ ഒരു പരിപാടി
അവരുടെ ഫ്രണ്ട്ഷിപ്പ് ഈ ആദില, നൂറ, അന്യമോള്, ചൈത്യ അവരുടെ ഫ്രണ്ട്ഷിപ്പിൽ ആരും ഒരു വാല്യൂ കൊടുത്തിട്ടില്ല. അവർ തന്നെ വാല്യൂ കൊടുത്തിട്ടില്ല. അതൊരു ജെനുവിൻ ഫ്രണ്ട്ഷിപ്പ് ആയിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. പിന്നെ അനുമോൾക്ക് ഇച്ചിരി ഇമോഷണലി കണക്റ്റഡ് ആണ്, ആദില ഇച്ചിരി ഇമോഷണലി കണക്റ്റഡ് ആണ്. അതിന്റെ പേരിൽ ഈ പഴയ സാധനങ്ങളൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഇറങ്ങി വന്ന് കെട്ടിപ്പിടിച്ചു ആദില. പക്ഷെ അതിനുശേഷം ചൈത്യ അനുമോളും സംസാരിച്ചപ്പോഴും കയ്യിൽ നിന്ന് പോയി, നിൽക്കുന്നില്ല. ആദിലയ്ക്കും കാര്യം പിടിയിട്ട് എവിടേക്കോ എന്തൊക്കെയോ പ്രശ്നമുണ്ട്, വേണ്ട എന്നുള്ള രീതിയിൽ അവർ മാറി നിൽക്കുക. അവർ പുറത്തിറങ്ങിയിട്ട് നല്ല ഫ്രണ്ട്സ് ആയിട്ടൊന്നും മുന്നോട്ട് പോകുന്ന എനിക്ക് തോന്നുന്നില്ല. ഇത് എൻ്റെ അഭിപ്രായം കേട്ടോ. നിങ്ങൾ പറ, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പുറത്തിറങ്ങി കഴിയുമ്പോൾ ഈ ശൈത്യ, അനുമോൾ, ആദില, നൂറ ഇവരൊരു ഫ്രണ്ട് സർക്കിൾ, പട്ട ഗേൾസ് ഒക്കെ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല? എനിക്ക് തോന്നുന്നില്ല. ഐ ഡോണ്ട് തിങ്ക് സോ. ഇതൊരു ഗെയിം ആയിരുന്നു. ആ ഗെയിം കഴിയുമ്പം തീർന്നു. ആ ഗെയിമിനകത്തോട്ട് തിരിച്ച് റീ എൻട്രി ആയവർ കഴിഞ്ഞു പോയ കാര്യം അവിടെ വെച്ച് ചെയ്യരുതായിരുന്നു. പുറത്തിറങ്ങിയിട്ട് അനുമോളും ശൈത്യ കൂടെ ഇരുന്നിട്ട് ഇവിടെ ഇങ്ങനെ ചെയ്യരുതെന്നും പറഞ്ഞ് അനുമോൾ പറഞ്ഞായിരുന്നെങ്കിൽ ചിലപ്പോൾ പരിപാടി അവിടെ തീർന്നേനെ. ഇനിയിപ്പോൾ അത് നടക്കത്തില്ല, എനിക്ക് തോന്നുന്നില്ല അത് നടക്കുമെന്ന്. കാരണം ജനങ്ങൾ വെറുതെ വിടത്തില്ല. അത്രയ്ക്കും പരിപാടിയാണ് കയറിയിട്ട് ശൈത്യ വീണ്ടും ചെയ്തിരിക്കുന്നത്. എന്ത് കാര്യത്തിന്? അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. ഇന്ന് പ്രത്യേകിച്ച് ഒന്നുമില്ല. അതേ നമ്മുടെ ആരാണ്ടോ ഇപ്പം മാറിയിരിപ്പുണ്ടല്ലോ. ആരാ? നമ്മുടെ അനീഷേട്ടൻ മാറി ഒറ്റയ്ക്ക് ഇരിപ്പുണ്ട്. അനീഷേട്ടനല്ല, പ്രവീൺ നൂറെ കൂടെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടെ ബിന്നിയുണ്ട്. പോയി ഞാൻ നോക്കട്ടെ എന്താണ് സംസാരിക്കുന്നതെന്ന്. എന്നിട്ട് ബാക്കിയുള്ള അപ്ഡേറ്റ്സ് അടുത്ത വീഡിയോയിൽ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്. വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ. കൂടാതെ നമ്മുടെ ഹൈപ്പ് വീഡിയോ ഉണ്ടല്ലോ, അതിലും ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക.